നമസ്കാരം. ദില്ലിയിൽ BJP അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിലേറ്റവും സുപ്രധാനമായിട്ട് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ കൃത്യമായിട്ട് മന്ത്രിസഭയുടെ അംഗീകാരം ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ എല്ലാ മാസവും ഇനി 2500 രൂപ വീതം ദില്ലി സർക്കാർ ദില്ലിയിലെ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള മഹിളാ സ്മൃതി യോജന ഇപ്പോൾ അവിടെ നടപ്പിലാവുകയാണ്. ഏറ്റവും വലിയ രീതിയിൽ തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ബഹുമാനം തോന്നിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ. ഈ നിലപാടുകൾ എന്ന് വെച്ചാൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ഒരു വ്യക്തി വന്ന് ദില്ലിയിലെ ജനങ്ങളെ 10 വർഷം വഞ്ചിച്ചുകൊണ്ട് ഭരിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വികസനം എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, ദില്ലിയിലെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി BJP നിരന്തരമായിട്ട് കള്ളക്കളികൾ നടത്തുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ദില്ലി ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അത് BJPയുടെ ഭരണത്തിൽ തന്നെയാണ്. നിസ്സാര ദിവസങ്ങൾക്കകം തന്നെ ഇതുപോലെ 2500 രൂപ പ്രതിമാസം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടി അവിടെ നടപ്പിലാവുന്നത് കൂടി തന്നെ കൃത്യമാണ്. ഇനി ദില്ലി BJPയുടെ കയ്യിൽ നിന്ന് പോകില്ല. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. ഇതിനോടകം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാക്കുകൾ ഒന്നായിരുന്നു യമുന വൃത്തിയാക്കും എന്നുള്ളത്. യമുന നദി വൃത്തിയാക്കും എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഇവിടെ നമ്മുടെ ഈ ഒരു രാജ്യത്തോട് തന്നെ വിളിച്ചു പറയുകയാണ്, ഹരിയാനയിലെ BJP സർക്കാർ യമുനയിൽ മാലിന്യങ്ങൾ കുത്തിയിളക്കുന്നു, അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ ഇറക്കിക്കൊണ്ട് ദില്ലിയിലെ ജനങ്ങളെ അപകടത്തിലാക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു രാഷ്ട്രത്തിലെ ഏത് സംസ്ഥാനത്ത് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ജനങ്ങളുടെ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ, ആ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് തങ്ങൾ ഇവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും അധികാരത്തിൽ ഇരിക്കുക എന്നുള്ള നിലപാടുള്ള ഒരു പാർട്ടിയാണെന്നുള്ള തരം താഴ്ന്ന നിലപാട് ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. പക്ഷെ ജനങ്ങൾ ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ രേഖ ഗുപ്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ടും ദില്ലിയുടെ ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് ദില്ലി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായിട്ട് BJP മുന്നോട്ട് പോവുകയാണ്. ഇതിൽ യമുനയുടെ കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുമതി BJP സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അധികാരത്തിലെത്തിയ ആദ്യത്തെ സ്റ്റെപ്പ് BJP ചെയ്തത് ഇതുപോലെ തന്നെ ജനങ്ങളോട് വാക്ക് പറഞ്ഞ യമുന നദി ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ് പറ്റിച്ചതുപോലെയല്ല, പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. യമുനയിൽ പരിപൂർണമായിട്ട് ക്ലീനിങ്ങിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. യമുന ഒരു ചെറിയൊരു നദിയല്ല, വലിയൊരു നദിയാണ്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവിടുത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും വൃത്തിയാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ 10 കണക്കിന് മാലിന്യം ഇപ്പോൾ തന്നെ ദില്ലി സർക്കാർ ഈ യമുനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നത്. പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് ദില്ലിയിലെ ഈ ഒരു യമുന നദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ യമുന നദിയുടെ താഴെത്തട്ടിൽ 10 കണക്കിന് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. ഈ സാധനം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി വൃത്തിയാക്കുക. രണ്ടാമത്തെ ഘട്ടം, യമുന നദിയിലേക്ക് ചെറു തോടുകൾ, ചെറുപുഴകളിൽ നിന്നെല്ലാം ഒരുപാട് മാലിന്യങ്ങൾ യമുന നദിയിൽ വന്നു ചേരുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ വന്നു ചേരുന്നതിന് പൂർണ്ണമായിട്ടും തടസ്സമുണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ വരുന്നത് അത് പൂർണ്ണമായിട്ടും മാറ്റുക, ഒഴിവാക്കുക. ഇതിൽ കൃത്യമായിട്ട് ശുദ്ധമായിട്ടുള്ള ജലം മാത്രമേ യമുന നദിയിലേക്ക് ഒഴുക്കിവിടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പദ്ധതി കൂടി തയ്യാറാവുന്നു. ഇതാണ് BJPയുടെ രണ്ടാമത്തെ യമുന നദിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. യമുന നദിക്കരയിൽ വലിയ തരത്തിലുള്ള ഒരു പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് വന്നിരിക്കാവുന്ന, അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൃത്യമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന പാർക്കുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ദില്ലി സർക്കാർ യമുന നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു 4ാമത്തെ ഘട്ടം, ഈ 4ാമത്തെയും 3ാമത്തെയും ഘട്ടം ഏകദേശം ഒരേ സമയങ്ങളിൽ തന്നെ നടന്നു പോകുന്ന ഒരു കാര്യം തന്നെയായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഫാക്ടറികൾ ഈ യമുന നദീ തീരത്തുണ്ട്. ഇവിടെ നിന്നൊക്കെ നിരന്തരമായിട്ട് ഒരുപാട് മാലിന്യങ്ങൾ, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തുടങ്ങി
തുടങ്ങിയിരിക്കുന്ന കാര്യമല്ല. വർഷങ്ങളായിട്ട്, അനവധി വർഷങ്ങളായിട്ട് ഈ യമുന നദിയിലേക്ക് ഇതുപോലെ മാലിന്യം ഒഴുക്കിവിടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഫാക്ടറികൾക്ക് എതിരെയെല്ലാം കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരങ്ങൾ യമുന നദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഫാക്ടറികളടക്കം അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വാക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും നടപ്പിലാവുമെന്ന് തന്നെ നമ്മൾക്ക് ചിന്തിക്കാം, വിശ്വസിക്കാം. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ദില്ലിയിൽ ഇനി ഇവർക്കൊരു സ്ഥാനമില്ല. ആകെ നിയമസഭയിലും ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ പോലെ ഉള്ള സംവിധാനങ്ങൾ, ദില്ലി കോർപ്പറേഷൻ ഇലക്ഷനൊക്കെയാണ് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കാറ്. പാർലമെന്റ് ഇലക്ഷന് ഒരു സീറ്റുകൾ പോലും ഇന്നേ വരെയും 2014 BJP അധികാരത്തിൽ വന്ന സമയം മുതൽക്കേ മുഴുവൻ സീറ്റുകളും 3 ടൈമിൽ മുഴുവൻ സീറ്റുകൾ 7 സീറ്റുകളും BJP തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഒരു തവണ പോലും കോൺഗ്രസിനോ ആം ആദ്മിക്കോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയ്ക്കും വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം തന്നെയായിരുന്നു ദില്ലി എന്നുള്ളതിൽ തർക്കമില്ല. ഇതേ ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും പൂർണ്ണമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ഇപ്പോൾ കേവലം ഒരു 22 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു സമയം മുതൽക്കേ തന്നെ ഇനി അവിടെ ഇവർക്കൊരു സംവിധാനമില്ല. ആം ആദ്മി പാർട്ടിയുടെ ബാക്കിയുള്ള MLA മാർ കൂടി BJPക്കൊപ്പം ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ദില്ലിയെ സംബന്ധിച്ച് ആരും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ BJPക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നു. നിരവധി നാളുകളായിട്ട് BJP സംഘടനാപരമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു സംഘടനാ സംവിധാനം എത്രത്തോളം വലിയ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കണം, അത് കൃത്യമായിട്ട് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവം അത് ദില്ലിയിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർലമെന്റ് ഇലക്ഷന് ശേഷം നടന്ന നിയമസഭാ ഇലക്ഷനിലെല്ലാം തന്നെ ഈ ഒരു വലിയ വിജയം BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ മാത്രമാണ് അധികാരത്തിലിരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ അവിടെയും സീറ്റുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 16-ൽ നിന്ന് 28 സീറ്റുകളിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ്, 29 സീറ്റുകളിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രാജ്യത്ത് മുഴുവൻ BJPയുടെ വലിയ രീതിയിലുള്ള ഒരു അലയടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് ഏറ്റവും നേട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് ദില്ലി തിരഞ്ഞെടുപ്പ് കൂടി വന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ചരിത്രപരമായിട്ടുള്ള വിജയത്തോടൊപ്പം തന്നെ ദില്ലിയിലും ഇതേപോലെ തന്നെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ നിലവിൽ സാധിച്ചത് പ്രവർത്തകരുടെയിലും നേതാക്കന്മാരുടെയിലും വലിയ രീതിയിൽ ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞ ഓരോ വാക്കുകളും പാലിച്ചുകൊണ്ട് മാസം സ്ത്രീകൾക്ക് 2500 രൂപ നൽകുന്ന പദ്ധതിയൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തനം. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ട്? ഒരിക്കലും ഇതൊന്നും കേരളത്തിലെ സ്ത്രീകളൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. വെറും 1600 രൂപ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ. പക്ഷേ ഈ പെൻഷൻ പോലും വലിയ രീതിയിൽ മുക്കിയും മൂളിയുമൊക്കെയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. അതിലും ഒരുപാട് മാസങ്ങളിലും മുടക്ക് പോലും ഉണ്ട് എന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നു. സ്ത്രീ ജനങ്ങൾക്ക് പെൻഷൻ ഉപരിയായിട്ട് 2500 രൂപ അവരുടെ കൈകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. വൈദ്യുതിയും വെള്ളവും എല്ലാം സൗജന്യമായിട്ട് നൽകുന്ന ഒരു സംസ്ഥാന സർക്കാരായിരുന്നു ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോഴും നിരവധി അഴിമതി കേസുകൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം തലയിൽ ചേർന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്നുകൊണ്ട് തന്നെ പോയിരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ പൂർണ്ണമായിട്ടും ഒരു അന്ത്യം ഇപ്പോൾ BJP സർക്കാരിൻ്റെ അധികാരത്തിലെത്തിയതോടുകൂടി വന്നിരിക്കുകയാണ്.